എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനശ്വര. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ APയുടെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ എക്സാം ഇങ്ങ് എത്തി നിൽക്കുവാണ് അല്ലെ. അതായത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സാമിനായിട്ട്. അപ്പം നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന യൂണിഫോം ഫോഴ്സുകളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം മുന്നോട്ട് വരും എന്ന് നമ്മളെ തീരുമാനിക്കുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്, സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ APOയെ സംബന്ധിച്ച് എന്താണ് 20 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ലോ ബേസ്ഡ് ആയിട്ട്, സൈക്കോളജി അല്ല ലോ ബേസ്ഡ് ആയിട്ട് വരുന്ന നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക്, അതായത് APOയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഏതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചെല്ലാം സെറ്റായി വെച്ചിരിക്കുകയായിരിക്കും. ഇനി ആരെങ്കിലും പഠിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി ഒരിക്കൽ കൂടെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫുൾ എൻറ്റയർ ടോപ്പിക്ക് നമുക്ക് വായിച്ചെടുക്കാനോ അല്ലെങ്കിൽ നോക്കി വെക്കാനോ ഉള്ള ഒരു സമയം നമുക്കില്ല. അപ്പൊ ഇനി ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ എവിടെയൊക്കെ നോക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഞാൻ വേറെ ഒന്നും ക്ലാസ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് നമ്മൾ എവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെസ് ഔട്ട് ചെയ്ത് നോക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തീർച്ചയായും ചോദിക്കും എന്ന് ഉറപ്പുള്ളത് നമ്മുടെ വേരിയസ് ജയിൽസ് ഇൻ കേരള എന്നുള്ളതാണ്. അതായത് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഏതൊക്കെ ജയിലുകൾ എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെ വർഷങ്ങളിലാണ് രൂപീകൃതമായിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസ് ആണ്. നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ, 6 മാസത്തിലധികം എന്താണ് ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, പാർപ്പിക്കുന്നത്. നമ്മുടെ കേരള സംസ്ഥാനത്ത് പ്രധാനമായിട്ടും 4 സെൻട്രൽ സെൻട്രൽ ജയിലുകളാണ് കാണപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ഏതൊക്കെ ജില്ലകളിലാണ് കാണപ്പെടുന്നത്, അതുപോലെ തന്നെ ഓരോന്നും രൂപീകൃതമായിട്ടുള്ള വർഷം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്, ഓപ്പൺ പ്രിസൺസ്, അതായത് തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണ്, 3 എണ്ണമാണ്. ഇനി ഓരോ തുറന്ന ജയിലുകളും രൂപീകരിച്ച വർഷവും കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് പോകണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എപ്പോഴും സ്ട്രെസ് ഔട്ട് ചെയ്ത് പറയുന്നത്, ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഏതൊക്കെ ജില്ലകളിലുണ്ട്, ഏതൊക്കെയാണവ, ഏത് വർഷമാണവ സ്ഥാപിതമായതെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. ഇനി തുറന്ന ജയിലുകളുടെ കാര്യത്തിലാണെങ്കിൽ 2 എണ്ണം പുരുഷന്മാർക്കായിട്ടുള്ള തുറന്ന ജയിലുകളാണ്. ഒന്ന് നെട്ടുകാൽ തേരിയിലും, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലും, ഒന്ന് കാസർഗോഡും ഉള്ളതാണ്. പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട്, വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു വനിതാ തുറന്ന ജയിൽ വരുന്നുണ്ട്. അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുറയിലാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വിമൻ പ്രിസൺസ്, അതായത് 3 വനിതാ ജയിലുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ആ 3 വനിതാ ജയിലുകളും ഏതൊക്കെ ജില്ലകളിലാണ് കാണപ്പെടുന്നത്, ഏതൊക്കെ വർഷങ്ങളിലാണ് സ്ഥാപിതമായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഡിസ്ട്രിക്ട് ജയിലുകൾ, സ്പെഷ്യൽ സബ് ജയിലുകൾ, ഇവ നിങ്ങൾ നമ്പേഴ്സ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിട്ട് പോവുക. ഡിസ്ട്രിക്ട് ജയിലുകൾ ആണെന്നുണ്ടെങ്കിൽ എത്ര ജില്ലാ ജയിലുകളുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഏതാണ് 13 ജില്ലാ ജയിലുകളാണ് വരുന്നത്. അതിൽ മലപ്പുറം ജില്ലയിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിക്ട് ജയിൽസ് വരുന്നുണ്ട്. ഇനി സ്പെഷ്യൽ സബ് ജയിൽസ് ആയിക്കോട്ടെ, സബ് ജയിലുകളായിക്കോട്ടെ 16 എണ്ണമാണ് ഉള്ളത്. ഇനി ഓരോന്നിലും ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ, എത്ര മാസം എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ സെൻട്രൽ പ്രിസണുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ജയിലിലാണെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുന്നവര്, കാപ്പ ചുമത്തിയവര്, ജീവപര്യന്തം തടവ് ലഭിക്കുന്നവര്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവര്, അവരെയൊക്കെയാണ് നമ്മൾ താമസിപ്പിക്കുന്നത്. ഇനി 6 മാസം വരെയുള്ളതാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഡിസ്ട്രിക്ട് ജയിൽസിൽ വരുന്നത്. ഇനി 3 മാസം വരെയുള്ളതാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സബ് ജയിലുകളിലാണ്, 1 മാസം വരെയുള്ളതാണെങ്കിൽ സബ് ജയിലുകൾ. അപ്പൊ ആ ഒരു കാലയളവ് കൂടെ, ശിക്ഷയുടെ കാലയളവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ തടവുകാരെ ഓരോരോ ജയിലുകളിൽ പാർപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത് ബോർസ്റ്റൽ സ്കൂളുകളാണ്. ബോർസ്റ്റൽ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളതാണ്. ആകെപ്പാടെ ഒരേ ഒരു ബോർസ്റ്റൽ സ്കൂളാണുള്ളത്. ഇത് കൂടാതെ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത് ഹൈ സെക്യൂരിറ്റി ജയിലുകളാണ്, ഹൈ സെക്യൂരിറ്റി പ്രിസൺസ് ആണ്. ഹൈ സെക്യൂരിറ്റി പ്രിസണും ഈ ബോർസ്റ്റൽ സ്കൂൾ പോലെ തന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഓർമ്മിച്ച് വെച്ചിട്ട് പോവുക. പിന്നെ അതിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഓർമ്മിച്ച് വെച്ചിട്ട് പോവുക. അതായത് ഏകദേശം 600 തടവുകാരെ വരെ നമുക്ക് അതിൽ പാർപ്പിക്കാനായിട്ട് സാധിക്കും. ഏകദേശം 192 സെല്ലുകളാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സ്കാനർ, ബാഗേജ് സ്കാനർ, CCTV നിരീക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. സ്ഥാപിതമായിട്ടുള്ള ദിവസം നോക്കിയിട്ട് പോവുക. പിന്നെ നിങ്ങൾ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയിട്ട് പോവേണ്ട
പോവേണ്ടത് സിക്കയാണ് അല്ലേ. സിക്ക എന്ന് പറയുന്നത് ജയിൽ ട്രെയിനിങ് സ്കൂളാണ്. പിന്നീടാണ് നമ്മൾ അതിനെ സിക്ക എന്ന് പേര് മാറ്റിയിട്ടുള്ളത്. അപ്പം സിക്കയുടെ എക്സ്റ്റൻഷൻ സെന്ററുകളുണ്ട്. സിക്ക സ്ഥാപിതമായിട്ടുള്ള ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പോകണം. അപ്പൊ ഇത്രയും പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 2 മാർക്കെങ്കിലും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടും എന്നുള്ളത് കൺഫേം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട്, അതായത് ഇത്രയും മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് വേറെ നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പം അതെ, ഓരോന്നും സ്ഥാപിതമായിട്ടുള്ള വർഷം ഏതാണ്, ഏതൊക്കെ ജില്ലകളിലാണുള്ളത്, പിന്നെ ഈ ശിക്ഷ കാലയളവ് അനുസരിച്ച് നമ്മൾ ഏതൊക്കെ ജയിലിലാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്, ഈ തടവുകാരെ എന്ത് ചെയ്യുന്നത് പാർപ്പിച്ചിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുക കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ഡെഫിനിഷൻസിൽ നിന്നും, അതായത് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഡെഫിനിഷൻസ് നോക്കുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 2(2) ആണ്, കൗമാരപ്രായത്തിലുള്ള കുറ്റവാളിയെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 2(3) പ്രായപൂർത്തിയായ തടവുകാരനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 2(4) ആഫ്റ്റർ കെയർ ഹോമുകളെ കുറിച്ച് പറയുന്നു. ഇനി സെക്ഷൻ 6 എന്ന് പറയുന്നത് സിവിൽ തടവുകാരെ കുറിച്ച് പറയുന്നു. ഇനി സെക്ഷൻ 8 എന്ന് പറയുന്നത് തടങ്കലിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് എന്നുള്ളത് ഞാനിപ്പം ഡീറ്റെയിൽ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ഓരോരോ നിർവചനങ്ങൾ ഏത് സബ് ക്ലോസിലാണ് വരുന്നത്, സെക്ഷൻ 2 നിർവചനങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ കൃത്യമായിട്ട് ഏത് സബ് ക്ലോസിലാണ് ഓരോന്നുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ വരുന്നതെന്ന് നോക്കിയിട്ട് പോവുക. കാരണം ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കൗമാര പ്രായത്തിലുള്ള കുറ്റവാളി എന്നുള്ളതിനുള്ള നിർവചനം ഏതാണ്, അല്ലെങ്കിൽ ഏത് സെക്ഷനിലാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തടങ്കൽ എന്നുള്ളതിനുള്ള നിർവചനം ഏത് വകുപ്പിലാണ് വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഏതൊക്കെ സെക്ഷനുകൾ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോയില്ലെങ്കിൽ പോലും ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഇത്രയെങ്കിലും എന്ത് ചെയ്തിരിക്കുക, ഒന്ന് വായിച്ചു വെച്ചിട്ടെങ്കിലും പോവുക. വായിച്ചു വെക്കുക എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോവുക. സെക്ഷൻ 2(11) വരുമ്പോൾ ക്രിമിനൽ തടവുകാരൻ എന്നുള്ളതിനുള്ള ഡെഫിനേഷൻ തരുന്നുണ്ട്. സെക്ഷൻ 2(12) വരുമ്പോൾ അപകടകാരിയായ തടവുകാരൻ എന്നുള്ളതിനുള്ള ഡെഫിനേഷൻ തരുന്നുണ്ട്. ഇനി സെക്ഷൻ 2(16) വരുവാണെങ്കിൽ 16 വരുവാണെങ്കിൽ അകമ്പടി സന്ദർശനത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് എന്താണ് അകമ്പടി സന്ദർശനം എന്നുള്ള ഡെഫിനിഷൻ നൽകുന്നുണ്ട്. ഇനി 2(30) വരുമ്പോൾ എന്താണ് കുറ്റം എന്നുള്ളതിനുള്ള നിർവചനം. 2(31) പരോൾ എന്നുള്ളതിനുള്ള നിർവചനം നൽകാറുണ്ട്. അപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ മൂന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നും ചോദിച്ചിട്ടുള്ളതാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞത് ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞില്ലെങ്കിൽ പോലും ഇതൊക്കെ ഇന്ന സെക്ഷനുകളിലാണ് വരുന്നതെന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക എക്സാമിന് പോവുക. ഇനി ഇത് കഴിഞ്ഞ് ജയിലുകൾ ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ജയിലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം പറഞ്ഞു. ഡെഫിനിഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കൂടാതെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, മിസ്സേ നമുക്ക് ഇനി ഇത് ഫുള്ള് പഠിച്ചു തീർക്കാൻ സമയമില്ല, വേറെ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയിട്ട് പോകണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പരോളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു വെച്ചിട്ട് പോവുക. അതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ അല്ലാതെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യനുകളോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. നമുക്ക് ചോദിച്ചിട്ടുമുണ്ട് പരോളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ചാപ്റ്റർ 16 അധ്യായം 16 സെക്ഷൻ 73 മുതൽ 77 വരെയുള്ളതാണ് പരോളുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന സെക്ഷൻസ് ചാപ്റ്റർ 16 സെക്ഷൻ 73 മുതൽ 77 വരെ വരുന്ന സെക്ഷനുകൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായിട്ടൊന്ന് വായിച്ചു വെച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് അകമ്പടി സന്ദർശനം എന്ന് പറയുന്നത്. അല്ലെ, അകമ്പടി സന്ദർശനം എന്ന് പറയുന്നത് ചാപ്റ്റർ 17 ഏതാണ്, സെക്ഷൻ 79 നമുക്ക് എന്ത് ചെയ്യുന്നത് അകമ്പടി സന്ദർശനത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അകമ്പടി സന്ദർശനം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവധി ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ എമർജൻസി ആയിട്ട് ഒരു തടവുകാരനെ ഇന്ന സ്ഥലത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മളൊരു 24 മണിക്കൂർ കാലയളവിലത്തേക്ക് പോലീസിന്റെ അകമ്പടിയോടുകൂടെ എന്ത് ചെയ്യും, അവരെ ആ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. 24 മണിക്കൂർ സമയമാണ് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ പറയുന്ന സെക്ഷൻ 79 ചാപ്റ്റർ 17. ഇനി അത് കൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പുനർപരിശോധന നടത്തുന്ന സമിതിയിലെ അംഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അതായത് 1 വർഷത്തിൽ കൂടുതലായിട്ട് ജയിലിൽ കഴിയുന്ന, തടങ്കലിൽ കഴിയുന്ന തടവുകാരുടെ ഫയലുകൾ വീണ്ടും പുനഃപരിശോധിക്കണം. അല്ലെ, അവർ 1 വർഷത്തിലേറെയായിട്ട് പുറത്തു പോകാൻ കഴിയാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പം അവരെ പുറത്തു വിടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സമിതി
സമിതിയുണ്ട് അല്ലേ, ആ സമിതിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ ആ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ, അതിൻ്റെ സെക്രട്ടറി ആരാണ്, കൺവീനർ ആരാണ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അത് നമ്മുടെ സെക്ഷൻ ഇതിലാണ് 91 വരുന്നത്, ചാപ്റ്റർ 20 വരുന്നത്. ഏതാണ്? ചാപ്റ്റർ 20 വരുന്നത്. അപ്പോൾ നമ്മൾ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ നമുക്ക് നോക്കേണ്ട വേറെയും ഒരുപാട് ഭാഗങ്ങളുണ്ട്. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഇതുവരെ വന്ന നമ്മുടെ എക്സാം അനലൈസ് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റൂൾസ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ ചാപ്റ്റർ 36 അധ്യായം 36 റൂള് 462 63 നമ്മൾ അകാല വിടുതലിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അകാല വിടുതലിനുള്ള ഒരു സമിതിയെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ കോറം എത്രയായിരിക്കും, എത്ര മാസത്തിലൊരിക്കലാണ് യോഗം ചേരേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൂള് 462 463 പറയുന്നുണ്ട്. ചാപ്റ്റർ 36 ആണ്. അപ്പോൾ അകാല വിടുതലുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. കാരണം ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്രയുമാണ് നമ്മൾ ജയിലുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് മിനിറ്റിൽ, അതായത് എക്സാമിന് ഇനി വളരെ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് കവറപ്പ് ചെയ്യാനായിട്ട്, ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക്, ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇവയെന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന വിവരാവകാശ നിയമവും മനുഷ്യാവകാശ നിയമവുമാണ്. വിവരാവകാശ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏതൊരു ആക്ട് പഠിക്കുന്ന സമയത്തും അതിപ്പോൾ വിവരാവകാശ നിയമമായിക്കോട്ടെ, മനുഷ്യാവകാശ നിയമമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിഫോം ഫോഴ്സുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ആക്ട് പഠിക്കുന്ന സമയത്ത് അത് എന്നാണ് ലോകസഭ പാസാക്കിയത്, എന്നാണ് രാജ്യസഭ പാസാക്കിയത്, എന്നാണ് നിലവിൽ വന്നത്, എന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ആ ഭാഗത്ത് നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആക്ട് പഠിക്കാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ വിവരാവകാശ നിയമത്തിലാണെങ്കിൽ അത് ലോകസഭ പാസാക്കുന്നത് 2005 മെയ് 11 രാജ്യസഭ പാസാക്കുന്നത് 2005 മെയ് 12 ഇന്ത്യൻ പ്രസിഡന്റ്, രാഷ്ട്രപതി അത് ഒപ്പുവെച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ, ബില്ല് നിയമമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ എന്നാണ് വിവരാവകാശ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നാണ്, ജൂൺ 15. ഇനി നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, 2005 ഒക്ടോബർ 12 എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി പൗരന്മാർക്ക് അറിയാനുള്ള അവകാശമാണ് ഇതെന്ന് പറയുന്നത്, വിവരാവകാശം എന്ന് പറയുന്നത്. ഇത് 55ാമത്, അതായത് ഇത് നിയമപരമായിട്ട് ലഭിച്ചിട്ടുള്ള 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇനി നമ്മുടെ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് അബ്ദുൽ കലാം ആണ്. ഇനി ആരാണ് പ്രധാനമന്ത്രി, ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി കഷ്ടപ്പെടേണ്ട. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് ഈ ഒരു APO ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ഏതൊരു നിയമവും പഠിക്കുന്ന സമയത്ത് അതിൽ എത്ര വകുപ്പുകളുണ്ട്, എത്ര ഷെഡ്യൂളുകളുണ്ട്, എത്ര അധ്യായങ്ങളുണ്ട്, ഇനി അധ്യായങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ അധ്യായവും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31. വിവരാവകാശ നിയമത്തിലെ പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകളുടെ എണ്ണം 2. ഇനി വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 6 എന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പം വിവരാവകാശ നിയമത്തിലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്താണ്, വകുപ്പുകളുടെ എണ്ണം സെക്ഷൻസ് 31, ഷെഡ്യൂൾ 2, അധ്യായങ്ങൾ 6 എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി ഈ അധ്യായങ്ങളിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അധ്യായങ്ങൾ കൂടെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അധ്യായം 1 പ്രാരംഭികം, പ്രിലിമിനറി ആണ്. ഏതൊരു ആക്ട് എടുക്കുമ്പോഴും അതിൻ്റെ അധ്യായം 1 എന്ന് പറയുന്നത് പ്രിലിമിനറി തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇനി അധ്യായം 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളുമാണ് പറയുന്നത്. ഇനി അധ്യായം 3 വരികയാണെങ്കിൽ ഏതാണ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇനി അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ.
ഇനി അധ്യായം 5 വരുമ്പോഴാണ് വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളെ കുറിച്ചും പിഴകളെ കുറിച്ചും പറയുന്നത്. ഇനി അധ്യായം 6 എന്ന് പറയുന്ന ലാസ്റ്റത്തെ അധ്യായം എന്ന് പറയുന്നത് ഏതാണ്? മിസലേനിയസ് ആണ്, പല വകയാണ്. അതായത് നമുക്ക് മിക്കപ്പോഴും അറിയാം ഏതൊരു ആക്ട് എടുക്കുമ്പോഴും അതിന്റെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്ന പ്രാരംഭികം പ്രിലിമിനറി ആയിരിക്കും, ലാസ്റ്റ് ഉള്ളത് ഏതായിരിക്കും? മിസലേനിയസ് അഥവാ പല വകയായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ 4 അധ്യായങ്ങൾ കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത് 4 കൂടെ പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. നമുക്ക് ആ ഭാഗത്ത് നിന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഏതാണ്? സമയപരിധികൾ. അതായത് നമ്മുടെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലുള്ള സമയപരിധികളിൽ നിന്ന് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് വിവരാവകാശത്തിനുള്ള ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് നമുക്കതിൻ്റെ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സാധാരണയായിട്ട് 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം എന്നുള്ളതാണ്. ഇനി അതേ സമയത്ത് എന്താണ്, നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ 30 എന്നുള്ളത് എത്രയായിട്ട് മാറും? 35 മാറും. അപ്പം അത് ശ്രദ്ധിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ കൊടുത്തതെങ്കിൽ 30 ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസം. ഇനി ഇതൊന്നും മെൻഷൻ ചെയ്യാതെ ചോദിക്കുകയാണ്, സാധാരണയായി എത്ര ദിവസത്തിനകമാണ് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ഒരു അപേക്ഷ കൊടുത്താൽ എന്ത് ചെയ്യുന്നത് മറുപടി ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 30 ദിവസമാണ്. ഇനി ആവശ്യപ്പെടുന്ന വിവരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്ന വിവരമാണെന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനകം നമ്മൾ എന്ത് ചെയ്യണം? വിവരം നൽകണം എന്നതാണ്. എത്രയാണ്? 48 മണിക്കൂറിനകം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വിവരം നൽകിയിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ആവശ്യപ്പെടുന്ന വിവരം എന്ന് പറയുന്നത് വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനകത്ത് എന്ത് ചെയ്തിരിക്കണം? വിവരം നൽകിയിരിക്കണം. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുള്ളതാണ്. ഇനി മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ കൊടുക്കുന്ന അപേക്ഷയിൽ നമുക്ക് മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് നമുക്ക് മറുപടിയായിട്ട് ലഭിക്കേണ്ടെങ്കിൽ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് 40 ദിവസത്തിനകമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. 40 ദിവസത്തെ സമയപരിധിയാണ് വരുന്നത്. അപ്പം ഇത് കൂടാതെ വേറെയും കുറേ ദിവസങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയുകയാണ് ഇനി നമുക്ക് വിവരാവകാശ നിയമപ്രകാരം നമുക്കൊരു മറുപടി ലഭിച്ചു. മറുപടി ലഭിച്ചിട്ട് നമ്മളതിൽ സംതൃപ്തയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ അപ്പീലിന് പോകാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിവരം ലഭിച്ച് ആ ഒരു വിവരം ലഭിച്ച് 30 ദിവസത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീലിന് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് അപ്പീലിന് പോകാൻ എന്തെങ്കിലും സമയതാമസമോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ആ മതിയായ കാര്യം നമുക്ക് ബോധിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീലിന് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അപ്പീൽ കൊടുത്തു. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മേലധികാരിക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഫസ്റ്റ് അപ്പീൽ കൊടുക്കുന്നത്. ഫസ്റ്റ് അപ്പീൽ കൊടുത്തിട്ട് അതിൻ്റെ മറുപടി നമുക്ക് ലഭിക്കുന്നു. അതിലും നമ്മൾ സംതൃപ്തയല്ല എന്നുണ്ടെങ്കിൽ, അതായത് അതിലും നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് അപ്പീലിന് പോകാനായിട്ട് സാധിക്കും. സെക്കൻഡ് അപ്പീൽ നമ്മൾ എത്ര ദിവസത്തിനകത്താണ് സമർപ്പിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അപ്പീലിന്റെ മറുപടി വന്ന് 90 ദിവസത്തിനുള്ളിൽ. എത്രയാണ്? 90 ദിവസത്തിനകമാണ് നമ്മൾ സെക്കൻഡ് അപ്പീലിന് എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് അപ്പീൽ തീർക്കുന്നതിന് പ്രത്യേകിച്ച് സമയപരിധിയൊന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. വിവരാവകാശ നിയമം എന്നാണ് വന്നത്, ലോകസഭ പാസാക്കിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഈ പറയുന്ന സമയം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആ ഭാഗത്ത് നമുക്ക് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ പറയാത്തതുമുണ്ട്. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം പഠിക്കുക. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടാതെ നമ്മളെടുത്ത് പിഴത്തുകയൊക്കെ ചോദിക്കും. അതായത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തില്ല, മറുപടി തന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് 250 രൂപ കണക്കിന് മാക്സിമം 25,000 രൂപ വരെ നമുക്ക് ഈ പറയുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് പിഴയായിട്ട് ഈടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതുണ്ട്. പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഡോക്യുമെൻ്റ് ആയിട്ട് എടുക്കണം, ഫ്ലോപ്പി ഡിസ്ക് ആയിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 75 rupees ആണ്. ഇനി A4 സൈസ് A3 സൈസ് പേപ്പറിലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനുള്ള ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ
ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഫീസ് എങ്ങനെ അടയ്ക്കാം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചലാൻ വഴി ആണ് നമുക്ക് ഇതിന്റെ ഇത് വരുന്നത്. അപ്പൊ നമുക്ക് കോഡ് സ്റ്റാമ്പ് വഴിയോ ട്രഷറി വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും CSC സേവനങ്ങൾ വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ സമയം നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കാം. ഇനി വേറെ ഒന്നും നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച് ഈ ഭാഗങ്ങൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും അതിലെ അംഗങ്ങൾ എത്രയാണ്, ഇനി അവരുടെ യോഗ്യത എങ്ങനെയാണ് വരുന്നത്, അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതായത് അവർ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ആരാണ്, അവരുടെ യോഗ്യത എന്താണ്, ഇനി അതുപോലെ തന്നെ അവർ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്, ഇനി അവരെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ലയോ, അത്തരം കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക. അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നോക്കി വെച്ചിരിക്കുക. ഇതല്ലാതെ നമുക്ക് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്രയൊന്നും നോക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കേന്ദ്ര വിവരാവകാശ കമ്മീഷനെയോ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെയോ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് ഷുവറാണ്. അപ്പൊ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. അപ്പം നമ്മൾ വിവരാവകാശ സംരക്ഷണ നിയമം നോക്കിയതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമവും എന്നാണ് പാസ്സായത്, അങ്ങനെയുള്ള ഡേറ്റ്സ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടെ നമ്മളൊന്ന് നോക്കി വെച്ചിരിക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോകസഭയിൽ പാസ്സാക്കിയത് 1993 ഡിസംബർ 18 എന്നാണ്. 1993 ഡിസംബർ 18 മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭയിൽ പാസ്സാക്കിയത് 1993 ഡിസംബർ 22 അപ്പൊ എന്നാണ് ലോകസഭയിൽ പാസ്സാക്കിയത്? 93 ഡിസംബർ 18. രാജ്യസഭയിൽ എന്ന് പാസ്സാക്കി? ഡിസംബർ 22. ഇനി അതുപോലെ നമ്മൾ പറയുന്നു എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത്? 1994 ജാനുവരി 8 എന്നാണ്. 1994 ജാനുവരി 8 എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1994 ജാനുവരി 10 എന്ത് ചെയ്യുന്നത്? ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇതിന്റെ ഭേദഗതി. 2019 വന്ന ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ നിയമങ്ങളാകുമ്പോൾ നമ്മൾ ഭേദഗതി ചെയ്യും അല്ലെ, അതായത് ചില കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമായിട്ട് വരും. അതായത് കാലാന്തരത്തിൽ നമുക്ക് നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നും. അപ്പൊ നമ്മളത് ഭേദഗതി ചെയ്യും. അപ്പൊ നമ്മുടെ മനുഷ്യാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ 2019 ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ്സ് കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2019 ജൂലൈ 8. ഇനി ആരാണ് അവതരിപ്പിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അമിത്ഷായാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ബില്ല് അവതരിപ്പിച്ചത്. ഇനി നമ്മുടെ ഭേദഗതി ബില്ലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഭേദഗതി ബില്ല് ലോകസഭ പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2019 ജൂലൈ 19. ഇനി എന്നാണ് രാജ്യസഭ പാസ്സാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ജൂലൈ 22. ബില്ല് രാഷ്ട്രപതി എന്നാണ് ഒപ്പുവെച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ 2019 ജൂലൈ 27. നിയമം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2019 ഓഗസ്റ്റ് 2. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക, ഏതൊരു ആക്ട് പഠിക്കുന്ന സമയത്തും എന്ത് ചെയ്തിരിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്രയുമെങ്കിലും അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ വിവരാവകാശ നിയമത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമ്മൾ പറയുന്നുണ്ട് എത്രയാണ് നമ്മുടെ എന്താ പറയുക, ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 8 അധ്യായങ്ങളാണ് വരുന്നത്. ഈ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 45 ആണ് കേട്ടോ. 45 വകുപ്പുകളാണ് വരുന്നത്. അപ്പം അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്, വകുപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 45 ആണ്. അത് ഓർമ്മിച്ച് വെച്ചിരിക്കാം. ഇനി ഓരോരോ അധ്യായവും എന്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അധ്യായം 1 സ്വാഭാവികമായിട്ടും പ്രിലിമിനറി ആണ്, പ്രാരംഭികമാണ്. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ട്. ഏത് അധ്യായത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നതെന്ന്? ഏത് അധ്യായമാണ്? നമ്മുടെ ഏതാണ്? 2ാമത്തെ അധ്യായത്തിലാണ്. ഇനി അധ്യായം 3 കമ്മീഷന്റെ ചുമതലകളെയും അധികാരങ്ങളെയും കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അധ്യായം 4 എന്തിനെ കുറിച്ച് പറയുന്നു? നടപടിക്രമത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ച് പറയുന്നു? നടപടിക്രമത്തിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അധ്യായം 4 പറയുന്നത്. ഇനി അധ്യായം 5 വരാം. സംസ്ഥാന മനുഷ്യാവകാശ
കമ്മീഷനെ കുറിച്ച് പറയുന്നു. എന്തിനെ കുറിച്ച് പറയുന്നു? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അധ്യായം 6 വരാം. മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്നു. ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം 5 മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്ന അധ്യായം 6 എന്ന് ഓർമ്മിച്ചു വെച്ചിരിക്കാം. ഇനി നമുക്ക് 7 വരാം. ഫിനാൻസ്, അക്കൗണ്ടുകൾ, ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ അധ്യായം 7 പറയുന്നത്. ഇനി അധ്യായം 8 എല്ലാത്തിലെയും പോലെ തന്നെ മിസലേനിയസ് അഥവാ പല വകയാണ്. അപ്പൊ അധ്യായങ്ങൾ ഈ പറയുന്ന ലോകസഭ, രാജ്യസഭ ഇത് പാസ്സാക്കിയത്, നിലവിൽ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഏതൊരു ആക്ട് പഠിച്ചാലും അത് പഠിച്ചിട്ട് പോവുക. അവിടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും. അവിടെ നിന്ന് നമുക്ക് സാധാരണഗതിയിൽ നിരവധി ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ അത് ഇത്രയും കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫിനാൻസ്, ഓഡിറ്റ് അല്ലെങ്കിൽ നടപടിക്രമം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ബേസിക് ആയിട്ട് ഇത്രയും പഠിച്ചിട്ട് ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ നമ്മൾ പഠിക്കുമ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, ഇനി അതിൽ അംഗങ്ങളായിരിക്കാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി അവരുടെ കാലാവധി എത്ര വർഷത്തേക്കാണ്, പുനർനിയമന യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടാണ്. അതായത് അതിൽ സ്ഥിര അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും ഉണ്ട്. അതായത് മൊത്തം 6 പേരാണുള്ളത്. ഇത് കൂടാതെ അതിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് വരും. അപ്പൊ ഈ പറയുന്ന എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും അംഗങ്ങളും ആരൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു പോവുകയാണ്. കാരണം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഭാഗത്ത് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും ചോദ്യം വരാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് പദവി വഹിച്ച ഒരാളായിരിക്കണം എന്തെന്ന് പറയുന്നത് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നതോ അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്നതോ, അതായത് സേവനം അനുഷ്ഠിച്ച ഒരാളായിട്ടായിരിക്കും എന്തെന്ന് പറയുന്നത് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നത്. ഇനി അത് കൂടാതെ മറ്റ് 5 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റംഗങ്ങൾ സുപ്രീം കോടതിയിലെ ജഡ്ജ് അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. മറ്റംഗങ്ങളിൽ ഒരാളെന്ന് പറയുന്നത് ആരാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജോ ആയിട്ടിരുന്ന ആളായിരിക്കണം. ഇനി അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിരിക്കും മറ്റൊരു അംഗം എന്ന് പറയുന്നത്. അപ്പൊ 2 പേരായി. ഇനി അത് കൂടാതെ 3 അംഗങ്ങളുണ്ട് കേട്ടോ. 3 അംഗങ്ങൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രാഗൽഭ്യമുള്ള, അത്തരം കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള ആൾക്കാരായിരിക്കണം മറ്റ് 3 അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 3 × 2 5 ആയി. അപ്പൊ ചെയർപേഴ്സൺ ആരാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കി 5 അംഗങ്ങൾ ആരാണെന്ന് പറഞ്ഞു. ഈ 5 അംഗങ്ങൾ നമ്മൾ പറയുമ്പോൾ ലാസ്റ്റ് 3 പേരെ പറയുന്നില്ലേ, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള 3 അംഗങ്ങൾ വേണമെന്ന് പറയുന്നില്ലേ, അതിൽ ഒരാൾ എന്തായിരിക്കണം? വനിതയുമായിരിക്കണം. അപ്പൊ ഇവർ ഇത്രയും പേരാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്തെന്ന് പറയുന്നത് സ്ഥിര അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ സ്ഥിര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ സാധാരണയായിട്ട് ചോദിക്കുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ടുള്ളത് ആരാണ്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ടല്ലാത്തത് ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനെ പഠിക്കുക ഈസിയാണ്. എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ എന്ത് ചെയ്യുക, ദേശീയ എന്ന് ചേർക്കുക. എന്നിട്ട് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ടാകും, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ടാകും, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ടാകും, ഇനി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ടാകും, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ടാകും, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉണ്ടാകും. ഈസി അല്ലേടാ പഠിക്കാൻ. പട്ടികജാതി, പട്ടികവർഗ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ഇതിന്റെയൊക്കെ ദേശീയ തലത്തിലുള്ള ചെയർപേഴ്സൺ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. പിന്നെ അത് കൂടാതെ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ചീഫ് കമ്മീഷണറോ ഹൈ കമ്മീഷണറോ ആയിട്ടുള്ള വ്യക്തി എന്തിലായിരിക്കും? ഇതിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. ഇത്രയും പേരും കൂടെ അടങ്ങുന്നതാണ്. അതായത് നേരത്തെ വന്ന സ്ഥിരാംഗങ്ങളെ കൂടാതെ
കൂടാതെ ഈ 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്ന് സാധാരണയായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളത് കൊണ്ടാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട സമിതി, ആരാണ് അപ്പോയിൻമെന്റ് ചെയ്യുന്നത്, ആർക്കാണ് രാജി കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ പഠിച്ചു വെച്ചിരിക്കാം. പിന്നെ നമ്മൾ നോക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ SHRC എന്ന് പറയും, മറ്റത് NHRC ആണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ അധ്യായം 5 പറയുന്നത് നമുക്കറിയാം. സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനുകൾ എന്ന് പറയുന്നത് 21 മുതൽ 29 വരെയുള്ള സെക്ഷനുകളിലാണ്. നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1998 ഡിസംബർ 11. ഇനി അതിൻ്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം തിരുവനന്തപുരമാണ്. അതായത് തലസ്ഥാന നഗരിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എന്താന്ന് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ എന്തെന്ന് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്തെന്ന് പറയുന്നത് ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, അവരെ നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതി ഏതാണ്, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ APയോടെ ലോ ബേസ്ഡ് ആയിട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സിൽ നമ്മൾ പഠിച്ചിട്ട് പോവേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചെങ്കിൽ ഇത്രയും മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണ്, അതായത് എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഇനി ഏതൊക്കെ ഭാഗങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതായത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇപ്പം നമ്മൾ എല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷെ ഈ ഭാഗങ്ങൾ നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. അപ്പം ഇനി പഠിച്ചു തുടങ്ങുന്നവരായിക്കോട്ടെ, ഇനി ഓൾറെഡി പഠിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇത്രയും ഭാഗങ്ങൾ നമുക്കിത് കൃത്യമാണ്, ഉറപ്പാണ് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ഇത് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളൊരു ഭാഗമാണ് നമ്മളിപ്പം ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ APO ആയിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ നടത്തിയിട്ടുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ മറ്റൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ച് സെറ്റായിട്ട് നമ്മളൊരു എക്സാമിന് ഇരിക്കും പോലെ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്